മത്തായി സുവിശേഷം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 15-ാമത്തെ വാക്യം. കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇത് അപ്പൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. എൻ്റെ മകനോട് എന്തുണ്ടാകണം? കരുണയുണ്ടാകണം. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകും. പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടം എന്ന് പറഞ്ഞാൽ ആ വീടിനകത്ത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വല്ലാത്ത കഷ്ടം. അപ്പൊ തന്നെ അപ്പം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ആ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരെ അല്ല അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താന്ന് കേട്ട കാര്യം? സ്തോത്രം. പലപ്പോഴും ഇവനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്ന ഒരു രോഗം ഇവനിലുണ്ടെന്നാണ് അപ്പൻ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ 18-ാമത്തെ വാക്യം പഠിച്ചാൽ ഇച്ചിരൂടെ മനസ്സിലാവും. യേശു ഭൂതത്തെ ശാസിച്ചു. യേശു എന്ത് ചെയ്തു? രോഗത്തെ ശാസിച്ചെന്നല്ല, ഭൂതത്തെ ശാസിച്ചു. അങ്ങനെയാണെ ഒരു ദൂത് ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചു വെച്ചതല്ല നമ്മുടെ പ്രശ്ന കാരണം. നമ്മുടെ കണ്ണിന് കാണാൻ വയ്യാത്ത എന്തോ ഒന്ന് നമ്മളെ കഷ്ടത്തിലാക്കിയേക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ ദൂത് പറയാം, നിന്റെ വീടിനകത്തും ദൈവത്തിൻ്റെ കണ്ണുകൾ നാഴ്ന്നിറങ്ങട്ടെ. നിന്റെ കുടുംബത്തെ കഷ്ടത്തിലകപ്പെടുത്തിയ, നിന്റെ തലമുറയെ വല്ലാത്ത കഷ്ടത്തിൽ ബന്ധിച്ച ഏതൊരാത്മാവാണോ, അത് കടബാധ്യതയാകാം, അത് രോഗമാകാം, അത് ശാപമാകാം, അത് ബന്ധനമാകാം, അതെന്താണോ അതിന്മേൽ ദൈവത്തിന്റെ കണ്ണൊന്നിറങ്ങട്ടെ. തിരിച്ചറിഞ്ഞ് കർത്താവിനോട് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയും? ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം പറയാം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഇപ്പോൾ ആ കാര്യം പറയുന്നതിനകത്ത് അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുക. ചില വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്, എന്നാലും ചിലയിടത്ത് അതിന് വേറെ വാക്കില്ലാത്തതുകൊണ്ട്. ഒരു ഭവനത്തിൽ ഗൾഫിൽ നിന്ന് അവധിക്ക് വന്ന ഒരു മനുഷ്യന് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഒരു 10-11 വർഷം പുറകിലാണ്, ശ്രദ്ധിക്കണം. അപ്പം പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ച് ഞാനവിടെ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞു, കാലിൻ്റെ മുട്ട് തൊട്ട് താപ്പോട്ടാണ് പ്രശ്നം. ഇപ്പം ഞാൻ ചോദിച്ചു വേദനയാണോ? അല്ല. പുള്ളിക്കാരൻ ആ പാൻറ് മുട്ട് വരെ പൊക്കി. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, 2 ദിവസം ആഹാരം കഴിക്കാൻ പറ്റിയില്ല. കാരണം മുഴുവൻ ചൊറി, വട്ടത്തി ചൊറി മാത്രമല്ല, ആ ചൊറിയെന്നിങ്ങനെ പഴുപ്പ് വീണുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാൻറ് മുമ്പോട്ട് പൊക്കുമ്പോൾ മുട്ട് തൊട്ട് താപ്പോട്ടുള്ള ഭാഗത്ത് പാൻറ്റിനകത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് തയ്ച്ച് കയറ്റിയിരിക്കുക പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ രോഗത്തിന് ഞങ്ങൾ ചികിത്സിക്കാത്ത ഹോസ്പിറ്റലില്ല. ഞാൻ പറഞ്ഞു, ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് സ്തോത്രം, ഈ കാലും തൊട്ട് താപ്പോട്ട് മുഴുവൻ ഈ ചൊറികളാണ്. എന്നാൽ സോക്സ് ഇടുന്ന ആ ആംഗിൾ സോക്സ് ഇടുന്ന ആ ഒരു സ്ഥലം വരെ ഉള്ളൂ, അത്രയടിയ മാത്രം. പുള്ളി പറഞ്ഞു ഒന്നേ നോക്കത്തുള്ളൂ. അപ്പോൾ തന്നെ പുള്ളിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുള്ളി വൈഫ്, പുള്ളിക്കാരത്തേക്ക് ശരീരത്തിൽ അവിടെ ഇവിടെ സ്തോത്രം ഇതുപോലെ ഉള്ള ചൊറികൾ വരാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ആ ഭാര്യയുടെ തലയെ കൈവെക്കാൻ പറഞ്ഞു. ഞാൻ ആ സ്ത്രീയുടെ തലയെ കൈവെക്കപ്പോൾ അലറിക്കൊണ്ട് താഴെ വീണു. ചുരുക്കി പറയാം, അന്നത്തെ ശുശ്രൂഷയിൽ ആ സ്ത്രീയെ ഭരിച്ച ഭൂതം വിട്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞ് അവർ കുടുംബമായി എന്നെ വന്ന് കണ്ടപ്പോൾ ഒരു പാടുപോലും ഇല്ലാതെ ആ കാല് ഹീലായി. ഞാൻ എന്താ പറയുന്നത്? നീ ചിന്തിക്കുന്നതല്ല നിന്റെ പ്രശ്നത്തിൻ്റെ കാരണം. അങ്ങനെങ്കിൽ ഇന്നത്തെ ദൂതിനകത്ത് ദൈവം ഈ ഉപവാസത്തിൽ ചിലതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. നിന്റെ കുഞ്ഞിൻ്റെ ബുദ്ധിയെ ബന്ധിച്ച, നിന്നെ മുന്നോട്ട് വിടാത്ത, നിന്റെ ഫ്യൂച്ചറിനെ തകർക്കുന്ന ആ ദുഷ്ടശക്തികളുടെ മേൽ ഇന്നത്തെ ശുശ്രൂഷക്കണക്ക് നിനക്ക് ചില സ്വപ്നങ്ങൾ ദൈവം തരും.
ചില കാഴ്ചകൾ ദൈവം തരും, ചില ഓർമ്മകൾ ദൈവം തരും. എന്നാണ് നിന്റെ സമ്പത്തിനെ ബന്ധിച്ചത്, എന്താണ് നിന്റെ ആരോഗ്യത്തെ ബന്ധിച്ചത്, എന്നാണ് നിന്നെ രോഗിയാക്കിയത്, എന്നാണ് നിന്നെ കടക്കാരനാക്കിയത്, ദൈവത്തിന്റെ കണ്ണ് അവിടേക്ക് ചെല്ലുക.